തുടർച്ചയായി വന്യമൃഗശല്യത്തിൽ സൂര്യജീവിതം നഷ്ടമായിരിക്കുകയാണ് കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയിലുള്ള മനുഷ്യർക്ക്. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ സർവ്വസന്നാഹങ്ങളുമായി വനം വകുപ്പ് നിലയുറപ്പിച്ചിട്ടും കാട്ടാനകൾ കൂട്ടത്തോടെയാണ് ജനവാസ മേഖലയിൽ എത്തുന്നത്. മാലൂം, പാണത്തൂർ, കാനത്തൂർ, കാറടുക്ക പ്രദേശങ്ങളിൽ കൃഷിനാശം വ്യാപകമാണ്. കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ്. പന്നി, കുരങ്ങ്, കാട്ടുപോത്ത് എന്നിവയ്ക്ക് പുറമെ ആനയും പുലിയും കർഷകരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. കാട്ടാനകളെ തുരത്താനുള്ള വനം വകുപ്പിന്റെ നീക്കം ശക്തിപ്പെടുത്തി. എന്നാലും ജില്ലയിലെ മലയോര മേഖലകളിൽ കാട്ടാനകൾ ഉണ്ടാക്കുന്ന കൃഷിനാശത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല. പുലിപ്പറമ്പ് സൗരോർജ്ജ വേലി തകർത്തെത്തിയ 5 ആനകളാണ് ഇപ്പോൾ മൂളിയാർ വനത്തിലുള്ളത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി പയം, ദർഗാസ്, ചെറ്റത്തോട്, മിന്നംകുളം, കൂടാല എന്നിവിടങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന 2 കൊമ്പന്മാരോടൊപ്പം കടുമന, പാണൂർ, കുണ്ടുച്ചി എന്നിവിടങ്ങളിൽ തമ്പടിച്ചിരുന്ന 3 ആനകൾ കൂടി ചേർന്നതോടെ മൂളിയാർ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ കർഷകർക്ക് ഉറക്കമില്ലാതായി. പാണത്തൂർ ഭാഗത്ത് 7 ആനകൾ ഇറങ്ങിയെന്ന് കർഷകനായ ഷാജി ചാക്കോ. രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 22-ാം തീയതി ശനിയാഴ്ചയാണ് ഇവിടെ കയറി കമുക്, തെങ്ങ്, വാഴ ഇങ്ങനെയുള്ള കൃഷിനാശങ്ങൾ സംഭവിച്ചത്. അതുപോലെ തന്നെ പരിയാരം മേഖലയിൽ വ്യാപകമായ കൃഷിനാശം സംഭവിച്ചിട്ടുണ്ട്. 7ഓളം ആനകളുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ടൗണിൽ നിന്നും ഒരു 50 മീറ്റർ വരെ ഈ ആന ഇറങ്ങി പുഴയിലിറങ്ങി 6 അട്ടി സംഘം വന്നാണ് ഓടിച്ചു കയറ്റിയത്. പാണത്തൂർ ടൗണിന് 150 മീറ്റർ അകലെ വരെ ആനകളെത്തി. അന്തർ സംസ്ഥാന പാതയിൽ പോലും വേണ്ടത്ര വഴിവിളക്കുകളില്ലാത്തതിനാൽ രാത്രി സമയത്ത് ആന മുന്നിൽ വന്നു നിന്നാലും അറിയില്ലെന്ന് നാട്ടുകാർ. ഈ റോഡിൽ ഒരു വഴിവിളക്ക് സ്ഥാപിക്കാനായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് പഞ്ചായത്തിനോട് ആവശ്യപ്പെടുന്നതാണ്. ഇവിടെ ഇതുവരെയൊന്നും നടപടി ഉണ്ടായിട്ടില്ല. അവർ ചെയ്യാമെന്ന് പറയുന്നല്ലാതെ ഒരു നടപടി ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അത് ചെറിയ തുക വകയിൽ ചിലർ ചെയ്യാവുന്നതേ ഉള്ളത്. ആനകൾക്ക് പുറമെ കരടി, കാട്ടുപോത്ത്, പന്നി, കുരങ്ങ് എന്നിവയും കാടിറങ്ങുന്നുണ്ട്. റാണിപുരം ഭാഗത്ത് പുലിയിറങ്ങിയതായി വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ആദ്യം ഒരു ദിവസം വന്നു, അന്ന് കുറേ ഭാഗം തകർത്തിട്ട് പോയി. അതുകൊണ്ട് ആനയുടെ ശല്യം തീർന്നെന്ന് വിചാരിച്ചായിരുന്നു. വീണ്ടും പിറ്റേ ദിവസം വന്ന് ഒരു തോട്ടം മുഴുവനും തകർത്തിട്ടാണ് പോയത്. ഇനി ഒരു വേള ഞങ്ങൾ ഭയപ്പെടുകയാണ്, ഇത് ഭവനത്തിലൊക്കെ കയറിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിന് തന്നെ ഹാനി ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് മനസ്സിലാകുന്നത്. കർണാടക വനമേഖലകളിൽ നിന്നെത്തുന്ന ആനകളെ തടയാൻ വനം വകുപ്പിനും പരിമിതികളേറെയുണ്ട്. ഡ്രോൺ പറത്തി നോക്കിയെങ്കിലും നാശനഷ്ടമുണ്ടാക്കുന്ന ആനകളെ മുഴുവൻ കണ്ടെത്താൻ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ജില്ലയിലെ വന്യമൃഗശല്യം തടയാൻ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും വനം വകുപ്പിന് തലവേദനയാകുകയാണ്. പാണത്തൂർ, കാനത്തൂർ, മാലോം മേഖലകളിലാണ് വന്യമൃഗശല്യം രൂക്ഷമാകുന്നത്. കൂട്ടമായി എത്തുന്ന കാട്ടാനകൾ വലിയ തോതിൽ കൃഷി നശിപ്പിച്ചു. വന്യമൃഗശല്യം തടയാൻ വനം വകുപ്പിന് ആവശ്യത്തിന് ജീവനക്കാരില്ലെന്നും പരാതിയുണ്ട്. അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്.